പുതിയ KPCC പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും തീരുമാനിച്ചുകൊണ്ടുള്ള AICC തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും ജനാധിപത്യ വിശ്വാസികളും പൂർണ്ണമായി സ്വാഗതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പ്രതിസന്ധികളിൽ കോൺഗ്രസിന് ധീരമായ നേതൃത്വം നൽകിയ കെ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെ നേതാവായി നിയമിച്ചതും ഞാൻ സ്വാഗതം ചെയ്യുക. സുധാകരൻ്റെ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ വിജയകരമായി അതിനെ അതിജീവിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അലമ്പിച്ച വിജയം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പുതിയ KPCC പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് പാർട്ടിയുടെ നന്മയ്ക്കും UDFിൻ്റെ നന്മയ്ക്കും കേരളത്തിൻ്റെ നന്മയ്ക്കും ആവശ്യമായ കൂട്ടായ തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടായ നേതൃത്വമാണ്. അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായാൽ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും 26 അസംബ്ലി ഇലക്ഷനിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു UDF ഗവൺമെൻറ്റും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ AICC തീരുമാനത്തെ പൂർണ്ണമായി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ ടീമിന് അതിനുള്ള ശക്തി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേ പറഞ്ഞ ഇപ്പോഴത്തെ ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി വീണ്ടും വരാനുള്ള ശക്തി ഇപ്പോഴത്തെ നേതൃത്വത്തിലുണ്ടാകും? കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ കാരണം ഭരണത്തെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കാൻ വളരെ സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിലുള്ള വിദ്വേഷം പുറത്ത് കാണിക്കാതെ കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു അവസരം കാത്തിരിക്കുകയാണ്. കേരളത്തിൽ മൂന്നാമതൊരിക്കൽ കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിലെ പൊതുസമൂഹം, കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDFക്കാർ മാത്രമല്ല, UDFിനെയും കോൺഗ്രസിനെയും അത്ര ഇഷ്ടമില്ലാത്തവരോട് കൂടും കേരളത്തിലെ പൊതുസമൂഹം ഇനിയൊരു മാർക്സിസ്റ്റ് ഗവൺമെൻറ് താങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ട് 26 ഒരു കോൺഗ്രസ് നിങ്ങൾ നാളെ പറയുന്നത് ശരിയാ തീരുമാനമായിരിക്കുന്നു. അത് മതി.